കഴിഞ്ഞ ഏപ്രിൽ പകുതിയിൽ മലപ്പുറം പൊന്നാനിയിൽ ഒരു കവർച്ച നടന്നു. പ്രവാസിയുടെ വീട്ടിൽ നിന്ന് കവർന്ന് കടന്നുകളഞ്ഞത് 350 പവൻ സ്വർണവുമായാണ്. ആ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഈ കഴിഞ്ഞ വിഷുദിനത്തിൽ പൊന്നാനിയിലെ ആ വൻ കവർച്ചാ വാർത്ത കേട്ടായിരുന്നു കേരളം ഞെട്ടിയത്. വിദേശത്തുള്ള രാജേഷിന്റെ ആളൊഴിഞ്ഞ വീട്ടിലായിരുന്നു വൻ കവർച്ച. 350 പവനാണ് ലോക്കർ തകർന്ന മോഷ്ടാക്കൾ കവർന്നത്. വീട്ടുജോലിക്കാരിയാണ് ആദ്യം വീടിന്റെ പുറകുവശത്തുള്ള ഗ്രിൽ തകർന്ന നിലയിൽ കാണുന്നത്. ലോക്കർ ഉൾപ്പെടെ തകർത്തായിരുന്നു മോഷണം. തുടർന്ന് ബന്ധുക്കളെ വിവരമറിയിച്ചു. രാജേഷ് ഗൾഫിൽ നിന്നെത്തി. മലപ്പുറം SP ഉൾപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥ സംഘമാണ് അന്വേഷണത്തിനായി എത്തിയത്. SP-യുടെ മേൽനോട്ടത്തിൽ DYSP-ക്കായിരുന്നു അന്വേഷണ ചുമതല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന DVR ഉൾപ്പെടെ കവർന്ന വിദഗ്ധമായ മോഷണം. ഒരു നാടൊന്നാകെ ആസൂത്രിതമായി നടത്തിയ ഈ മോഷണത്തിന് പിന്നിലെ ചുരുളഴിയാനാണ് കാത്തിരിക്കുന്നത്. ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. ആസൂത്രിതമായി നടത്തിയ മോഷണം ഒരു നാടൊന്നാകെ പ്രതികളെ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോഴതായി വാർത്ത വരുന്നു. ഈ 350 പവൻ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റുണ്ടായിരിക്കുന്നു. പൊന്നാനി സ്വദേശികളായ 2 പേരും ഒരു പാലക്കാട് സ്വദേശിയുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏപ്രിലാണ് ഈ സ്വർണ്ണ കവർച്ച നടന്നത്. അരുൺ അമൃതനാഥുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ ആ വാർത്തയിൽ പറഞ്ഞതുപോലെ ഒരു നാടാകെ കാത്തിരിക്കുകയാണ് സത്യത്തിൽ. കാരണം 350 പവൻ സ്വർണം എന്ന് പറയുന്നത് എത്ര രൂപയുടെ മുതലാണെന്നുള്ളതാണ്. വേറൊരു വസ്തുത, പൊന്നാനിയിലാണ് കവർച്ച നടന്നത്. പിടിയിലായ 2 പേർ പൊന്നാനി സ്വദേശികളും ഒരു പാലക്കാട് സ്വദേശിയും എന്ന് അറിയുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? പോലീസ് എന്താണ് പറയുന്നത്? അനശ്വര, അതായത് കഴിഞ്ഞ ഏപ്രിൽ 13-ന്, അതായത് വിഷു ദിനത്തിലായിരുന്നു നാടിനെ ഞെട്ടിക്കുന്ന ഈ ഒരു കവർച്ച നടന്നത്. പൊന്നാനിയിലെ രാജീവിന്റെ വീട്ടിൽ നിന്നാണ് 350 പവൻ സ്വർണം വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്ന സ്വർണം പ്രതികൾ മോഷ്ടിച്ചത്. തുടർന്നുണ്ടായ 7 മാസങ്ങൾ നീണ്ട 8 മാസത്തോളം നീണ്ട അന്വേഷണത്തോടുകൂടിയാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. അതായത് അനശ്വര സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പൊന്നാനി സ്വദേശികളായ സുഹൈലും നാസറും പാലക്കാട് സ്വദേശി മനോജുമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു മോഷണം തന്നെയാണ് നടന്നതെന്നേ വ്യക്തമായിരുന്നു. കാരണം CCTV-യുടെ DVR ഉൾപ്പെടെ പ്രതികൾ അന്ന് മോഷ്ടിച്ചിരുന്നു. അങ്ങനെ പോലീസ് അന്ന് തുടങ്ങിയ ഒരു അന്വേഷണമാണ്. അന്ന് SPS ശശിധരന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അന്വേഷണമാണ് ഇപ്പോൾ SP R വിശ്വനാഥിൽ എത്തി നിൽക്കുന്ന അന്വേഷണം. എന്തായാലും പ്രതികൾ പിടിയിലായിട്ടുണ്ട്. നാളെ പോലീസ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും സ്വർണം വീണ്ടെടുത്തോ, എങ്ങനെയാണ് ഈ കൃത്യം നടന്നത്, എന്താണ് ഇതിലേക്കുള്ള ഒരു ലീഡ്, പ്രതികളുടെ ഉദ്ദേശം എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് ഈ ആസൂത്രണം നടന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ പോലീസ് വ്യക്തമാക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനശ്വര, എന്തായാലും 8 മാസങ്ങൾക്ക് ശേഷം നാടിനെ ഞെട്ടിച്ച കവർച്ചയിലെ പ്രതികൾ പിടിയിലായിരിക്കുന്നു എന്നൊരു സുപ്രധാനമായ വാർത്ത തന്നെയാണ് പൊന്നാനിയിൽ നിന്നും വരുന്നത്.